കാലം മുമ്പ് കച്ചവടക്കാരും വ്യാപാരികളും നിറഞ്ഞ ഒരു തിരക്കേറിയ നഗരത്തിൽ രവി എന്ന സമ്പന്നനായ വ്യാപാരി താമസിച്ചിരുന്നു. സമ്പത്ത് കൂടുന്തോറും സന്തോഷമുണ്ടാകുമെന്ന വിശ്വാസത്തിൽ രവി എപ്പോഴും പുതിയ പുതിയ സാധനങ്ങൾക്കായി തിരയുകയായിരുന്നു. അവൻ്റെ വീട്ടിൽ വിദേശ നിധികൾ നിറഞ്ഞിരുന്നു. എന്നിട്ടും അവൻ്റെ ഹൃദയം ശൂന്യമായി തോന്നി. ഒരു ദിവസം നഗരം സന്ദർശിക്കുന്ന കവി എന്ന ജ്ഞാനിയായ സന്യാസിയെപ്പറ്റി രവി കേട്ടു. ജിജ്ഞാസയും പുതിയ എന്തെങ്കിലും ജ്ഞാനം കണ്ടെത്തുമെന്ന പ്രതീക്ഷയും കാരണം രവി അദ്ദേഹത്തെ കാണാൻ പോയി. അവിടെ എത്തിയപ്പോൾ കവി ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു ചെറിയ കപ്പിൽ നിന്ന് ചായ കുടിച്ച് സമാധാനമായി ഇരിക്കുന്നത് കണ്ടു. രവി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, മഹാനായ സന്യാസി, ഞാൻ അങ്ങയുടെ ജ്ഞാനം തേടാൻ വന്നതാണ്. എനിക്ക് ആഗ്രഹിക്കുന്നതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഇപ്പോഴും എനിക്ക് എന്താണ് വേണ്ടതെന്നറിയില്ല. ഞാൻ എന്ത് ചെയ്യണം? കവി ചിരിച്ചുകൊണ്ട് രവിയോട് തൻ്റെ അരികിൽ ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. അദ്ദേഹം രവിക്ക് ഒരു കപ്പ് ചായ ഒഴിച്ചു. അത് വക്കോളം നിറച്ചു. എന്നിട്ട് ചായ ഒഴുകുന്നതുവരെ ഒഴിച്ചുകൊണ്ടിരുന്നു. എന്തിനാണ് ഇപ്പോഴും ഒഴിക്കുന്നത്? കപ്പ് ഇതിനകം നിറഞ്ഞിരിക്കുന്നു, രവി ആക്രോശിച്ചു. കവി രവിയെ നോക്കി മറുപടി പറഞ്ഞു, ഈ പാനപാത്രം പോലെ നിങ്ങളുടെ ജീവിതം സ്വത്തും സമ്പത്തും ആഗ്രഹങ്ങളും നിറഞ്ഞതാണ്. ആദ്യം നിങ്ങളുടെ കപ്പ് കാലിയാക്കുന്നതുവരെ പുതിയ വിവേകത്തിനോ സന്തോഷത്തിനോ ഇടമില്ല. രവി ആശയക്കുഴപ്പത്തിലായി. കവി അവനോട് ഒരു കഥ പറയാൻ തുടങ്ങി. ഒരു സെൻഗുരുവിൽ നിന്ന് പഠിക്കാൻ വേണ്ടി ഒരു പണ്ഡിതൻ എത്തി. പണ്ഡിതന് വളരെയേറെ അറിവും അഭിമാനവും ഉണ്ടായിരുന്നു. മാസ്റ്ററെ കണ്ടപ്പോൾ അയാൾ തനിക്കറിയാവുന്നതെല്ലാം പറഞ്ഞു തുടങ്ങി. മാസ്റ്റർ ക്ഷമയോടെ കേട്ടു. പിന്നെ പണ്ഡിതന് ചായ കൊടുത്തു. അവൻ ഒഴിച്ചു. ചായ കവിഞ്ഞൊഴുകി. പണ്ഡിതൻ ആക്രോശിച്ചു, നിർത്തു, കപ്പ് നിറഞ്ഞു. യജമാനൻ മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ പാനപാത്രം പോലെയാണ്. പുതുമയ്ക്കൊന്നും ഇടമില്ലാത്ത വിധം നിങ്ങൾ സ്വന്തം അറിവിൽ നിറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ പാനപാത്രം ശൂന്യമാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കുന്നതാണ്. കവി ഒന്ന് നിർത്തി രവിയെ നോക്കി. നോക്കൂ രവി, നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സ്വത്തുക്കളും ശ്രദ്ധാശൈഥില്യങ്ങളും നിറയ്ക്കുന്നു. രവി അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പ്രതിഫലിച്ചു. ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള തൻ്റെ നിരന്തര പരിശ്രമം അവനെ ശൂന്യനാക്കിയെന്ന് മനസ്സിലാക്കി. അവൻ തൻ്റെ ജീവിതം ലളിതമാക്കാൻ തീരുമാനിച്ചു. തൻ്റെ സ്വത്തുക്കളിൽ പലതും ദുരിതം അനുഭവിക്കുന്നവർക്ക് വിട്ടുകൊടുത്താണ് അദ്ദേഹം തുടങ്ങിയത്. അവൻ ഉപേക്ഷിച്ച ഓരോ ഇനവും അവൻ്റെ ഹൃദയത്തെ ലഘൂകരിക്കുകയും സമാധാനബോധം നൽകുകയും ചെയ്തു. ശ്രദ്ധാശൈഥില്യം കുറഞ്ഞതോടെ രവി തൻ്റെ ഉള്ളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. അദ്ദേഹം ധ്യാനവും ശ്രദ്ധയും പരിശീലിച്ചു. മറ്റുള്ളവരെ സഹായിക്കാൻ സമയം ചെലവഴിച്ചു. ക്രമേണ ഒരു സമ്പത്തും തനിക്ക് കൊണ്ടുവന്നിട്ടില്ലാത്തത്ര സംതൃപ്തി അവനിൽ അനുഭവപ്പെട്ടു തുടങ്ങി. ഒരു ദിവസം രവി കവിയുടെ അടുത്തേക്ക് മടങ്ങിയെത്തി. അവൻ്റെ ഹൃദയം നന്ദിയാൽ നിറഞ്ഞു. നന്ദി ബുദ്ധിമാനായ സന്യാസി. യഥാർത്ഥ സന്തോഷം ബാഹ്യമായ സമ്പത്തിൽ നിന്നല്ല, ഉള്ളിൽ നിന്നാണ് വരുന്നതെന്ന് നിങ്ങളുടെ പഠിപ്പിക്കലുകൾ എനിക്ക് കാണിച്ചു തന്നു. കവി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓർക്കുക രവി, ജീവിതം ഒരു കപ്പ് പോലെയാണ്. കൂടുതൽ സ്വീകരിക്കുന്നതിന് ആദ്യം നിങ്ങൾ വിട്ടയച്ച് ഇടമുണ്ടാക്കണം. നിങ്ങളുടെ കപ്പ് ശൂന്യമാക്കുന്നത് തുടരുക. നിങ്ങൾ എപ്പോഴും പുതിയ ജ്ഞാനത്തിനും സന്തോഷത്തിനും ഇടം കണ്ടെത്തും. If you love to watch this video, you can like, share and subscribe.